നമസ്കാരമുണ്ട്. നമ്മളിന്ന് പോണത് തമിഴ്നാട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്. അത് താമ്പരത്ത് നിന്ന് കോട്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം നമുക്കതൊന്ന് പോയി കാണും ചെയ്യാം. ബസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ താമ്പരത്ത് നിന്ന് ഇങ്ങനെ ഹൈവേ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മേൽപ്പാലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേൽപ്പാലം, മെട്രോ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ബസ് ടിക്കറ്റാണ്. 25 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 12 രൂപ. നമ്മൾ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടോ. ഇതാ ഈ കാണുന്ന തന്നെയാണ് തമിഴ്നാട് സ്പോർട്സ് യൂണിവേഴ്സിറ്റി. നമസ്കാരമുണ്ട്. നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ സ്വദേശിയാണ്. നമ്മൾ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ നിൽക്കുന്നത്, തമിഴ്നാട് സ്പോർട്സ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇത് ഗൗരിശങ്കരേട്ടനാണ്. ഇത് നമ്മുടെ സുഹൃത്തും തൃശ്ശൂർ പാറമേക്കാവിൻ്റെ തൊട്ട് ബാക്കിലാണ് അദ്ദേഹം. കിഴക്കുംപാട്ടയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം ഇവിടെ MSc അല്ലേ കഴിഞ്ഞത്, BSc യോഗയുടെ സർട്ടിഫിക്കറ്റ് പഠിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഞാൻ കോഴ്സ് കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഇന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പൂർണ്ണാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ പ്രബുദ്ധ കേരളം എന്നൊരു 110 വർഷമായിട്ട് ഒരു ആധ്യാത്മിക മാസിക കേരളത്തിലാകെ തുടർച്ചയായി മുടക്കം കൂടാതെ ഉള്ള ഒരു പ്രസിദ്ധീകരണമാണ്. ആ പ്രസിദ്ധീകരണത്തിൻ്റെ ഇൻചാർജായിട്ട് ജോലി ചെയ്യണം. ബിസിനസ്സായിരുന്നല്ലോ ആദ്യം, ബിസിനസ്സായിരുന്നു. പാറമേക്കാവ് എക്സിക്യൂട്ടീവ് അംഗം 3 വർഷം മുന്നേ പാറമേക്കാവിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. സജീവ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടുള്ള ആളും കൂടിയാണ്. പൂരപ്രേമിയാണ്. മൊത്തം വേൾഡിൽ കറങ്ങണ ഒരാളും കൂടിയാണ്. അതുകൂടി വേണ്ട പറയാൻ. അപ്പൊ ഇന്ന് നമുക്കിന്ന് സ്പോർട്സ് യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന ഇവിടെ ഇപ്പോൾ ഈ ഹോക്കിക്കൊക്കെ വളരെ പ്രാധാന്യം നൽകുന്നുണ്ടല്ലേ? ഈ കോളേജിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാ തരത്തിലുള്ള ഗെയിംസ്, അതുപോലെ തന്നെ ട്രാക്ക് ആൻഡ് ഫീൽഡ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രിക്കറ്റ് ഉണ്ട്, ഹോക്കി ഉണ്ട്, അതുപോലെ തന്നെ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഉണ്ട്, കബഡി ഉണ്ട്, കൊക്കോ ഉണ്ട്. എല്ലാ ഗെയിംസിനും ഇവർ പ്രാധാന്യം ഒരേപോലെ കൊടുക്കുന്നുണ്ടല്ലേ? ട്രാക്ക് ആൻഡ് ഫീൽഡും ഒപ്പം തന്നെയുണ്ട്. അതിനൊപ്പം തന്നെ വളരെ മികച്ച ഇന്ത്യയിലെ നല്ല നല്ല കോച്ചസാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഹെൽത്തിനൊക്കെ വളരെ അധികം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു അനിവാര്യമായിട്ടാണ്, ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് പലരും ഗെയിംസിൻ്റെ ഒപ്പം തന്നെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് ഒരു ജോലി സുരക്ഷിതത്തിനുപരിയായിട്ട് ഒരു നല്ലൊരു കരിയറും കൂടിയായിട്ട് അവർക്ക് തന്നെ കാണാൻ പറ്റും. ഫിസിക്കലി നല്ല ഫിറ്റ്നസ്സിനൊപ്പം തന്നെ ആരോഗ്യവും, നമുക്ക് മാനസികാരോഗ്യത്തിനും ഒപ്പം തന്നെ ശാരീരിക ആരോഗ്യവും, അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു വനിതകളുടെ പ്രാധാന്യം കൂടുതൽ കാണാനുള്ളത്. വനിതകൾ ഇന്ന് വളരെയധികം പഴയ കാലഘട്ടങ്ങളിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രമേ നമ്മുടെ സ്ത്രീപക്ഷം പൊതുവെ സ്പോർട്സിലുണ്ടായിരുന്നുള്ളൂ. ഇന്ന് വളരെ മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. സ്ത്രീ ശാക്തീകരണം വന്നതോടുകൂടി സ്ത്രീകൾക്ക് വളരെയധികം മുൻഗണനകളുണ്ട്. വളരെ സുരക്ഷിതമാരാണ് അവർ. വളരെ സന്തോഷത്തോടു കൂടി അവരെയും കൂടി എംപവർ മുന്നോട്ട് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയിട്ടാണ് സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്ത് ഒരുപാട് ഗേൾസ് സ്റ്റുഡൻസ് നമ്മുടെ ഈ സിന്തറ്റിക് ട്രാക്കിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വളരെയധികം ഇന്നത്തെ കാലഘട്ടത്തിൽ സ്പോർട്സിനോടുള്ള പ്രാധാന്യം നമുക്ക് ഇവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയിലുള്ള എല്ലാ സ്പോർട്സ് യൂണിവേഴ്സിറ്റികളിലേക്കും പരിഗണിച്ച പോലെ തന്നെ തമിഴ്നാട് സ്പോർട്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിക്കും അവർ ഫണ്ട് അനുവദിച്ചു. കുട്ടികളുടെ മികവിനനുസരിച്ച് ലോകോത്തര നിലവാരത്തിലുള്ള സിന്തറ്റിക് ട്രാക്കിലാണ് ഇന്ന് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. മറ്റ് രാജ്യങ്ങളോട് കൂടി നമ്മൾ ഒളിമ്പിക്കിലൊക്കെ പങ്കെടുക്കാനായിട്ട് കുട്ടികളെ വളർത്തിയെടുക്കണം എന്നുള്ള വളരെ താല്പര്യത്തോട് കൂടിയിട്ടാണ് തമിഴ്നാട് സ്പോർട്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇതിനായി മുൻകൈയെടുത്ത് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സിന്തറ്റിക് ട്രാക്കിലാണ് ഇന്ന് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല സിൻസിയറാണ്. ഒപ്പം തന്നെ അവർ ലൈനിലും ലെങ്ത്തിലും കറക്റ്റായിട്ട് ഇങ്ങനെ പോവാണല്ലേ? അവർക്ക് ലോകോത്തര നിലവാരത്തിലുള്ള ഒരു പരിശീലനമാണ് ഇന്ന് യൂണിവേഴ്സിറ്റി ഇവിടെ അവർക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. തമിഴ്നാട് യൂണിവേഴ്സിറ്റിയും സർക്കാരും അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് സ്പോർട്സിൽ വളരെ പുറകോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിലാണ് അതിൻ്റെ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള വിദേശത്തു നിന്നുള്ള കോച്ചുകളെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട്
അവർക്ക് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. കാര്യങ്ങൾ അവരുടെ ഭക്ഷണത്തിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾ, അവരുടെ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് വരെയുണ്ട്. കുട്ടികൾക്കുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, സ്പോർട്സിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന കോമ്പറ്റീഷനായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിനായിട്ട്, അതുപോലെ തന്നെ അവർക്ക് ഇഞ്ചുറീസ് ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനായിട്ടുള്ള എല്ലാ തെറാപ്പികളും എല്ലാ രീതിയിലും ഏത് രീതിയിലും വളരെ മികവുറ്റതായിരിക്കണം നമ്മുടെ സ്പോർട്സ് എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഇന്ന് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറും തമിഴ്നാട് സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും തുല്യ പങ്കാളിത്തത്തോടുകൂടിയാണ് ഇന്ന് ഈ കാര്യം വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നത്. ഇവിടെ പഠിക്കുന്ന ഏത് കുട്ടിക്കും റെയിൽവേയിലോ അല്ലെങ്കിൽ സെൻട്രൽ സർക്കാരിലോ സ്റ്റേറ്റ് സർക്കാരിലോ ജോലി നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ഷൂറിറ്റി കൊടുക്കാൻ പറ്റുന്നതാണ്. ആ രീതിയിലേക്കുള്ള വളരെ ഇന്ത്യയിലുള്ള മറ്റ് യൂണിവേഴ്സിറ്റികളൊപ്പം തന്നെ നിലവാരമുള്ളതാണ് തമിഴ്നാട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് യൂണിവേഴ്സിറ്റി എന്ന് പ്രത്യേകം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇനി നമുക്ക് നമസ്തേ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം. തീർച്ചയായും വളരെ സന്തോഷം. താങ്ക് യു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് യോഗയുടെ സെക്ഷനിലാണ്. ഇവിടെ MSc സർട്ടിഫിക്കറ്റ് കോഴ്സുകളും BSc ഡിപ്ലോമ 3 വർഷത്തെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് യോഗ. ഇന്ത്യയിൽ അംഗീകാരമുള്ള വളരെ വർഷങ്ങൾക്ക് പഴക്കമുള്ള വളരെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ പാഠ്യപദ്ധതികൾ, കരിക്കുലങ്ങൾ, സ്പോർട്സിനെ ഏറ്റവും കൂടുതൽ മികവ് നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. വളരെ നല്ല രീതിയിലുള്ള പഠനവും അതിനൊപ്പം തന്നെ ഫാക്കൽറ്റീസുമുള്ള ക്യാമ്പസാണ്. എല്ലാതരം പ്രാക്ടിക്കലും തിയറി ക്ലാസ്സസൊക്കെ വളരെ റെഗുലറായിട്ട് പറഞ്ഞ സമയത്ത് പരീക്ഷയും പറഞ്ഞ സമയത്ത് തന്നെ അവരുടെ എല്ലാ നടപടിക്രമങ്ങളും നല്ല രീതിയിൽ പൂർത്തിയാക്കുന്ന ഒരു ക്യാമ്പസാണ്. വളരെയധികം ജോലി സാധ്യതകൾ ഇന്നത്തെ കാലഘട്ടത്തിലെ യുവാക്കൾക്കും യുവതികൾക്കും സ്പോർട്സിൻ്റെ മേഖലയിൽ യോഗയെ കൂടി ഉൾപ്പെടുത്തിയത് കൊണ്ടും യോഗ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറ്റണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സുഭാഷ് ഓൾവേസ് ഫ്രീ.